ചാള ഇതുപോലെ വറ്റിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്ക്. സൂപ്പർ കറിയാട്ടോ. നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ഒരു അരപ്പ് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. എൻ്റെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. വലിയ ചാള കിട്ടുമ്പോൾ ഞാൻ ഇതുപോലാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ ഇതുപോലെയാണ് ചാള വറ്റിച്ചെടുക്കുന്നത്. ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഒരു 8 ഞാൻ ചേർത്തിട്ടുണ്ട്. ചെറിയ തീരെ ചെറുതാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 2 പീസ് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഇനി അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചാൽ മതി. അരപ്പൊന്നും കരിഞ്ഞു പോവാതെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് പുളി വെള്ളത്തിയിട്ടേക്കാം കേട്ടോ. ഒരു 3 കഷ്ണം വടക്കം പുളി കേട്ടോ. ഇതുപോലെ വെള്ളത്തിയിട്ടേക്കുവാന്ന്. നന്നായിട്ട് കഴുകിയെടുക്കണം കുതിർന്ന് കഴിഞ്ഞിട്ട്. നല്ല പുളിയായതുകൊണ്ടാട്ടോ ഞാൻ 3 കഷ്ണം ഇട്ടത്. നമ്മുടെ പുളിക്കനുസരിച്ചുള്ള പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ചട്ടി അടുപ്പി വെച്ച് കൊടുക്കാം. ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടാകുമ്പം കടുക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി, പഴുത്ത തക്കാളി നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നല്ലപോലെ അങ്ങ് ഉടഞ്ഞ് എടുക്കുകയൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇത് ഉടഞ്ഞു പോകണ്ട. തക്കാളി അതേപോലെ തന്നെ കിടന്നാൽ മതി. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നേരത്തെ ചൂടാക്കിയത് കൊണ്ട് ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും കളയാനില്ല. ആ മിക്സി കഴുകി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ. ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. വടക്കം പുളി, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കറിയൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും പുളിയും നന്നായിട്ട് മുന്തി നിൽക്കണം കേട്ടോ. വരഞ്ഞു വെച്ചേക്കുന്ന വലിയ ചാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മീനൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ ഉടഞ്ഞു പോവരുത്. പിന്നെ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് അടി പിടിക്കും കേട്ടോ. മീൻ ചിലപ്പോൾ അടി പിടിച്ചിരിക്കും. ഈ പറ്റി വരുമ്പോഴേ മീൻ അടി പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ മീൻ ഉടയാതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണമാട്ടാ വരുന്നത്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം സ്പൂൺ ഇടണ്ട, ഇതുപോലൊന്ന് ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയേട്ടാ. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നേ. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് മുന്തി നിൽക്കണം. അപ്പോൾ നല്ല അടിപൊളി ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ചാള ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും. പിന്നെ ഇത് ആറി കഴിയുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ പിറ്റേന്ന് രാവിലെ എടുക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ദോശയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.
അപ്പം എല്ലാവരും ചാള കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. വലിയ ചാളയാണ് ചെറിയ ചാള വെച്ച് ചെയ്താൽ അത്ര ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. അപ്പോൾ അത് ആറിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാന്ന് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചാള വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുരിങ്ങയ്ക്ക ഒഴിച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ട, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അരപ്പ് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പം ഇത്രയും വറ്റുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ചെറിയതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ വറ്റുന്നതിനനുസരിച്ച്. അപ്പോൾ അതാ നല്ല അടിപൊളി ഒരു ചാളക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഇല്ലാത്തതൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ബൈ.